അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമീറ ഒരു ഗ്ലാസ് ചായൻ്റെ വെള്ളം എടുത്താൽ മതി. സമീറ, അതിൻ്റെ റബ്ബേ, നീച്ചാൻ കഴിയണില്ല. കയ്യും കാലും വല്ലാതെ വേദനയാണ്. മറ്റേതോൾ നേരാകുമ്പോഴത്തേന് ചായൻ്റെ വെള്ളം തരുന്നാണല്ലോ. സമീറ, റബ്ബേ, സമീറ, ഈ പെണ്ണത്ത് എവിടെ പോയി കിടക്കുക? റായില, സമീറ അല്ലേ അവിടെ? ഓളോട് ഒരു ഗ്ലാസ് ചായൻ്റെ വെള്ളം കൊടുത്തിട്ട് നിങ്ങൾക്ക് നീച്ചാൻ കഴിയണില്ല. എന്താണ് ഉമ്മ നിങ്ങൾ ഈ കിടന്ന കൂവണ് രാവിലെ തന്നെ? ഞാൻ നീച്ചുമ്പോഴത്തേനെ ഓളൊരു ഗ്ലാസ് ചായൻ്റെ വെള്ളം ഇവിടെ കൊടുന്ന് ജനാൽക്കൽ വെക്കണതാണ്. ഇന്നിപ്പോൾ ചായൻ്റെ വെള്ളവും ഇല്ല, ഒറ്റ വെള്ളം ഒന്നുമില്ല. അതേ മട്ടാണ്. റായില, ഒരു ഗ്ലാസ് ചായൻ്റെ വെള്ളം ഉണ്ട്, ഓളോട് വാങ്ങിക്കൊടുന്ന. അതേ, ഞാൻ ചായൻ്റെ വെള്ളം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾക്ക് സമീറാൻ്റെ ചായയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിക്കോളി. അത് പറഞ്ഞ് റാഹില അവിടുന്ന് പോയി. അവൻ്റെ റബ്ബേ, എനിക്ക് എൻ്റെ കൈകൊണ്ടും കാലുകൊണ്ടും നീച്ചാൽ അങ്ങോട്ട് കഴിയണില്ലല്ലോ. ശരീരം ഒന്നായിട്ട് വല്ലാത്ത വേദന തോന്നാനുള്ള റബ്ബേ, ഞാൻ എന്താ കാട്ടുക? സമീറ, പെട്ടെന്ന് നാസർ അങ്ങോട്ട് വന്നു. എന്താ ഉമ്മ നിങ്ങളീ വിളിച്ചു കൂവണത്? അല്ലേ, ഒരു തുള്ളി ചായനുള്ള തൊണ്ട വരലേന്ന് നേരാകുമ്പോഴത്തേനോൾ കുടന്ന് നിൽക്കണം. അവളിപ്പോൾ നേരത്തെ തന്നെ ഒന്ന് പണിക്കിറങ്ങിയ ചായയും വെള്ളവും തരാതെ. സമീറ, നിങ്ങൾ വിളിച്ചു കൂവണ്ട, ഓള് വരൂല, ഓള് വിളി കേൾക്കൂല. നാസറേ, ഇജെന്തീ പറയണത്? ആ, ഞാൻ പറയണത് തന്നെയാണ്. ഓള് ഇനി വിളി നിങ്ങളത് കേൾക്കൂല. എന്താ നാസറേ ജി പറയണത്? തൊള്ളി തോന്നുന്നത് പറയണ, തൊള്ള പൂട്ട്. ഓള് ഇവിടെ ഇല്ലമ്മ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വെള്ളം ചായം തരിക? എൻ്റെ പൊന്നാര നാസറേ, എന്തൊക്കെ തന്നെ കാര്യം പറഞ്ഞാലും ഓളിനോടൊരു വതലൊരു വാക്ക് പറയലും ഇല്ല. ഞാൻ പറഞ്ഞ അനുസരിച്ച് ഓൾ നിൽക്കലും ഉള്ളൂ. ഓളൊന്ന് വിളിച്ചാൽ ചായൻ്റെ വെള്ളം ഒന്ന് മാണെന്നില്ല, ഓളൊന്ന് കണ്ടാലും മതി. ഓളൊക്കെ പോണെടുത്ത് പോയില്ലമ്മ. നാസറേ, ഇജെന്തീ പറയണത്? ഓള് പോയി, ഞാൻ പറഞ്ഞതാണല്ലോ ഓളോട് നേരം വെളുക്കുമ്പോൾ വന്ന് കാലാണ്. എൻ്റെ മുഖം കാണുന്ന എനിക്ക് ഇഷ്ടമില്ലാന്ന്. പൊന്നാരൻ്റെ നാസറേ, അത് മാണ്ടില്ലേനോ? ഓള് ഇവിടുത്തെ പണി വേലയെടുത്ത് നടക്കുകയല്ലേനോ? ഇനിയിപ്പോൾ ഇവിടെ ആരാ ഒരു തുള്ളി ചായൻ്റെ വെള്ളം തരാനും ആളില്ലാതായി. റായില, ഉമ്മ ഒന്ന് നീച്ച് വന്ന് ഉണ്ടാക്കിക്കോളി. എന്നും മരോളിങ്ങനെ വെച്ച് വിളമ്പി തന്ന് ശീലായില്ലേ? ഒന്നാണ് തടി അനങ്ങിക്കോട്ടെ. സത്യം പറഞ്ഞാൽ നാസറിൻ്റെ ഉമ്മക്ക് അത് വല്ലാത്തൊരു തിരിച്ചടിയായി. സ്വന്തം മക്കളാണ് മോനും മോളും, നാസറും റായിലും. ഒരു തുള്ളി വെള്ളം ഞാൻ ചോദിച്ചിട്ട് ഓൽക്കൊരു മൈൻഡും ഇല്ല. പടച്ച റബ്ബേ. ഉമ്മ പതുക്കെ എഴുന്നേറ്റു, അടുപ്പത്തേക്ക് ചെന്നു. അടുപ്പത്ത് തീ പോലും മൂട്ടിയിട്ടില്ല. നേരെ 8-8:30 മണിയായിട്ടും ഒരു തുള്ളി ചായൻ്റെ വെള്ളം വെക്ക്, ചായയും കടി ഉണ്ടാക്കി ചെയ്തിട്ടില്ലല്ലോ. റായില, സമീർ എവിടേക്ക് പോയെന്ന് നോക്കാം. ആ, ഞങ്ങളെ മരുവളെ തിരി നടക്കല്ലേ, ഓളാരെയും കൂടെ പോയിട്ടുണ്ടാവും. അതിനിപ്പോൾ നിങ്ങൾ എന്നോട് ഇതാകണേ? പിന്നെ എന്താടി, ഇവിടെ ചായയും കടി ഒന്നും ഉണ്ടാക്കണ്ടേ? ഇന്ന് വരാകുമ്പോഴത്തേന് ചായയും കടിയും കറിയും നേരെ ടേബിളിൻ്റെ അടുത്ത് കാണുമ്പോൾ ഇരുന്നാൽ മതി. ഒക്കെ റെഡിയാക്കിയിട്ടുള്ളൂ പുറത്തേക്ക് പണിക്ക് പോകും ചായയും കൂടിയും കുടിച്ചാതെ. ഇന്നിപ്പോൾ തീ മൂട്ടിയിട്ടില്ല. എൻ്റെ റബ്ബേ. ഉമ്മ അടുപ്പിലെ വെണ്ണൂറ് വാരി അതാ ഓലക്കൊടി കത്തിച്ച് ഉണ്ടാക്കാൻ നിൽക്കുന്നു. അല്ലമ്മേ, നിങ്ങളിപ്പോൾ എന്തിനാണ് ഈ അടുപ്പ് കത്തിച്ചാൽ നിൽക്കുന്നത്? ഗ്യാസ് അടുപ്പില്ലേ, അതിന്മേലാണ് കത്തിച്ചാൽ പോലെ. ആ, എൻ്റെ സമീറ ഗ്യാസ് തുടരില്ലേനു, ഓളൊക്കെ അടുപ്പത്തേന് വെച്ചുണ്ടാക്കിയതിൻ്റെ. അതേ, നമ്മളൊക്കെ കൊടുത്ത നിർദ്ദേശമല്ലേ ഇജ്ജ് ഗ്യാസ് അടുപ്പ് തൊടാനേ പാടില്ല, എനിക്ക് വിറകടുപ്പ് തന്നെ കത്തിച്ചണം ചായൻ്റെ വെള്ളം കൂടിന്ന്. അതേപോലെ ശീലിച്ചു. ആ കുടുക്ക മുഴുവനും പുക പിടിച്ചിട്ട് പിന്നെ ഓളെ കൊണ്ട് കരിയിട്ട് നല്ലോണം ഓർപ്പിച്ചും ചെയ്തില്ലേ. ആ, അതുകൊണ്ട് ഗ്യാസുമ്മ തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞതിനനുസരിച്ച് ഇനിയിപ്പോൾ നിങ്ങളെ കരുതി നിൽക്കണം. ഗ്യാസുമ്മ കത്തിച്ചാൽ പോരെ? ഓളെ കുറേ ഇടങ്ങാറാക്കിയില്ലേ. നാസറേ, ഇജ്ജ് ഓളെ വിളിച്ചു നോക്കാം. ഓൾ എവിടെ നോക്കാം? മഞ്ഞൾ കളക്കണോടത്തെങ്ങാനും ഉണ്ടോ? എൻ്റെ പൊന്നാരും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ? സമീറ കാറിന് മനുഷ്യനെ ഭ്രാന്തനോളെ കാണുന്നത് തന്നെ കുറേ ഞാൻ സഹിച്ചു നിന്ന്. ഇഞ്ഞ് കഴിയൂല, എനിക്ക് ഇഷ്ടമില്ല മോളെ. അങ്ങോട്ട് പോയി കിട്ടി. അതൊക്കെ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ മട്ടം പോലെ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ പോയി കിട്ടിക്കണമെങ്കിൽ ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്കെങ്കിൽ എനിക്ക് തുള്ളി ചായൻ്റെ വെള്ളം തരാൻ ഓളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് മറക്കില്ലേ നിങ്ങളാരും. നിങ്ങൾ ഇത്രയും നേരമായിട്ട് 2 മക്കളിപ്പോൾ ഉണ്ടല്ലോ, ഷെറീനെ പിന്നെ അവിടെ നിൽക്കാം. ഒരു തുള്ളി ചായൻ്റെ വെള്ളം ഞാൻ അത്രയും ഇവിടെ തൊണ്ടയിൽ വെള്ളമില്ലാതെ പൊട്ടി വിളിച്ചപ്പോൾ നിങ്ങൾ തന്നോ? ഇല്ലല്ലോ, ഞാൻ വിറച്ച് പോയി ഉണ്ടാക്കിയാണ് കുടിച്ചു. അല്ല അപ്പം എന്താ കാട്ടണ്? ഇമ്മ, കടിയൊന്നും ആയില്ലേ? ഇമ്മമ്മ, എനിക്ക് വിശക്കുണ്ട്. ഇമ്മമ്മ,
എന്താ കുട്ടിയെ എൻ്റെ തള്ളക്കും കയ്യും കാലുല്ലേ? റായില, ഈ ഒരു കുട്ടിക്ക് ഇജ്ജ് വെച്ചുണ്ടാക്കി ഒന്നും കൊടുക്കാഞ്ഞാൽ അത് പട്ടിണി ആവില്ലേ? നമ്മളെപ്പോലെയാണോ അത്? ചോറാണ്ട് വെക്കാം. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കടി ഉണ്ടാക്കാനൊന്നും നേരമില്ല. എടി, അതിന് 2 കടി മദ്രസക്ക് പോകുമ്പോത്തിന് ഒന്നുണ്ടാക്കി കൊടുത്തുവിടേനോ എനിക്ക്? ബിസ്ക്കറ്റൊക്കെ തിന്ന് പോയാൽ മതി. ചായയും കടിയും കുടിച്ച് കാണും പോകണം തന്നെ ഒന്നുമില്ല. വന്നിട്ടാണ് കഞ്ഞി അടിച്ചോണ്ടി. ഉമ്മ എനിക്ക് ഇഷ്ടമില്ല, ഉമ്മ എനിക്ക് ഇഷ്ടമില്ല രാവിലെ തന്നെ ബിസ്ക്കറ്റ് ഒന്നും. എനിക്ക് കടി മതി ഉമ്മ, എനിക്ക് ദോശ മതി. ഇജ്ജ് പോടി പെണ്ണെ, എൻ്റെ അമ്മായി ഒന്നുമില്ല ഇവിടെ ഉണ്ടാക്കാൻ. ഓൾ എവിടെ തെണ്ടി പോയിക്കാന്നാവോ? നാസർക്ക എവിടെയാണ്? ഇവളെവിടേക്ക് പോയത്? സമീർ എവിടേക്ക് പോയത്? ഓള് പോയി. എവിടേക്ക്? അല്ല, നിങ്ങളൊക്കെ തന്നെയല്ലേ ഓളെ പുറത്ത് ഇറങ്ങി പോയിക്കോളി എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ എന്തിപ്പോൾ എന്നോടൊരു ചോദ്യം? ഓളുള്ള ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി. അല്ല, പോയിക്കോട്ടെ. പോയത് തന്നെ വലിയൊരു ഭാരം കുറഞ്ഞ പോലെ. പൊന്നാര കാക്ക, അടുപ്പത്ത് ഇതാ തീ പുകയണില്ല. അടുപ്പത്തേക്ക് നേരത്തേക്കുള്ളത് ആകണില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടാ സമീറ പോയതിലേ. അത് നിങ്ങൾ മറക്കണ്ട. അല്ല, ഞാനിപ്പോൾ എന്താ വേണ്ടി നിങ്ങൾക്ക് ഞാൻ പാർസൽ കൊടുന്നോ? നാസറിൻ്റെ വാക്കുകൾ കേട്ട് റാഹിലയും ഉമ്മയും ഒന്ന് ഞെട്ടി. അതെ, സമീറ പോയത് വല്ലാത്തൊരു നഷ്ടം തന്നെ ആയിട്ടുണ്ട്. സമീറ, അതെ, അവൾ നേരത്തെ ഉണരുന്ന പെണ്ണായിരുന്നു. 4 മണിക്ക് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നിസ്കാരത്തിന് ശേഷം ഖുർആൻ പാരായണം ചെയ്ത് അവൾ അടുക്കളയിലെത്തും. ചായയും കടിയും എല്ലാം ഉണ്ടാക്കും. ഉമ്മാക്കുള്ള ആ ഒരു ചായ ഉമ്മയുടെ റൂമിനടുത്ത് കൊണ്ടുവന്ന് വെക്കും. അതെല്ലാം നഷ്ടമായിരിക്കുകയാണ്. ഇന്ന് അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. റായില, എന്തെങ്കിലും ഒന്നുണ്ട് കത്തിച്ചുണ്ടാക്കി കൂടെടി. എന്നിട്ട് ആ അരിയണ്ട അടുപ്പത്തിട്ടൂടെ. ആ കുട്ടി പൈച്ചിപ്പോൾ കുഴങ്ങും. നാസറിനേക്കൊന്ന് കിട്ടിയിട്ടേ ഇജ്ജ് ഒന്നും നേടൂല. ഞാൻ ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് ചായം കടി കൊടുന്നേരല്ലേ എന്താന്നില്ലേ? നാസർ ദേഷ്യം പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്ന്. എനിക്ക് പൊറാട്ടും ചായയും ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കും, അല്ലാതെ ഇവിടുത്തൊന്നും വേണ്ട. മോനെ, അവലുണ്ട് ചായക്ക്, ആ കൂട്ടി തിന്നാളി. എനിക്ക് നിങ്ങൾ ഉണക്കവലൊന്നും വേണ്ട. എനിക്കപ്പോൾ എൻ്റെ പള്ളതാനപ്പോൾ ഏതായാലും ഒന്നാട് പോയി കിട്ടില്ല. സമാധാനം ഉണ്ട്. ഇനി പെരീക്ക് ചിലവർ കൊണ്ടുവന്നത് കുറച്ച് ചുരുക്കാലോ. പെട്ടെന്ന് റായിൽ അങ്ങോട്ട് വന്നു. അല്ലിക്കാക്ക, നിങ്ങൾ എന്തീ പറയണത്? ഞങ്ങളൊക്കെ പിന്നെന്താ? നിങ്ങളൊക്കെ വലിയ പൈസക്കാരല്ലേ. നിങ്ങളുടെ അടുത്തൊക്കെ നല്ല മട്ടത്തിന് പൈസ ഉണ്ടല്ലോ. നിങ്ങളെയും ഷെറീനത്താത്താൻ്റെ ഒക്കെ ഡ്രസ്സും കാര്യങ്ങളും നിങ്ങളെ കഴുത്തിൽ കിടക്കണ മാലയും അതും ഇതൊക്കെ. നിങ്ങൾക്കൊക്കെ പല വരുമാനം ഉണ്ടല്ലോ. ഞമ്മക്കല്ലേ ഈ ഓട്ടർ തള്ളിക്കൊണ്ട് നടക്കേണ്ട പരിപാടിയൊക്കെ. അതെ ഇക്കാക്ക, നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെരയ്ക്ക് ചിലവിനുള്ള കൊടുന്നോണ്ടി. പെണ്ണുങ്ങൾ പോയി ഇരച്ചുകാണ്ട് ചിലവിന് കൊണ്ടുവരാതെ നിൽക്കണ്ട കേട്ടോ. അതൊക്കെ ആലോചിച്ച് നോക്കാം. എനിക്ക് എൻ്റെ വെള്ളം നോക്കിയാൽ മതി. എനിക്കിപ്പോൾ കുട്ടികളോ മക്കളില്ല, ഭാര്യയില്ല, സമാധാനമായി. അതും പറഞ്ഞുകൊണ്ട് നാസർ ഇറങ്ങിപ്പോയി. ഉമ്മ നെടുവീർപ്പിട്ടു. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു കെണിയായല്ലപ്പോൾ ഇതിപ്പോൾ കടിച്ചതും പിടിച്ചതും ഇല്ലാത്ത മാതിരിയായല്ലപ്പോൾ ഇത്. സമീറാൻ എല്ലാവരും കൂടി പറഞ്ഞാണ് പറഞ്ഞയച്ചേക്കണിപ്പോൾ. സമീറ പോയമ്മ, ഇതൊന്നും മുണ്ടാതെ നടി. നിങ്ങൾക്ക് സമാധാനമായില്ലപ്പോൾ. സമീറ പോണേ പോയിക്കോട്ടെ, പക്ഷെ പണിക്ക് ഇവിടെ എന്നെ കൊണ്ട് കഴിയൂലട്ടാ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഇമ്മ നല്ലോണ്ട് ഇളകി പണിയെടുത്തൂടി. ഇതുവരെ സമീറാൻ്റെ തണലിൽ ജീവിച്ചില്ലേ? ഓള് വെച്ചുണ്ടാക്കി തിന്നിട്ടും അങ്ങനെ ഇങ്ങനെയാണ് കഴിഞ്ഞില്ലേ. എനിക്ക് ആക്കലിട്ട്. എനിക്ക് പല ഏർപ്പാടുകളും, എനിക്ക് പലയിടത്തും പോകാനും ഉണ്ട്. ഓരോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടാവും. റായില, നിങ്ങളൊക്കെ പറയേണ്ട വർത്താനം തന്നെ ഇട്ടത്. ഇതൊക്കെ തന്നെ നിങ്ങൾ പറയേണ്ടത് പറ്റ തള്ളനോട്. ഇപ്പം എനിക്ക് തോന്നുകയാണ് എൻ്റെ ഒരു മനസ്സ് ചോനെ, ഞാൻ എത്രമാത്രം ആ പെണ്ണിനെ ചീത്ത പറഞ്ഞേക്കണേ. എനിക്കിത് വല്ലാത്തൊരു വേദനയായിപ്പോയി. ഓള് പോയപ്പോഴപ്പം അതിൻ്റെ വില അറിയണത്. പനിച്ചിവിടെ കിടന്നിട്ട് പോലും ഒരു തുള്ളി ചായൻ്റെ എല്ലാം തരാൻ എനിക്ക് ആരുമില്ല. നിങ്ങളവിടെ കിടന്നിങ്ങനെ മോങ്ങണ്ട. എന്താ റബ്ബേ ഞാൻ കാട്ടുക? എനിക്ക് പുടിയേറില്ല. സത്യം പറഞ്ഞാൽ സമീറ പോയത് അവർക്ക് വലിയൊരു നഷ്ടമാണ് ആയത്. എൻ്റെ റബ്ബേ, ഞാൻ എന്താ കാട്ടുക? എനിക്കറിയുന്നില്ലല്ലോ റഹ്മാനെ. അതെ, മോങ്ങണ്ട. നാളെ മുതൽ എനിക്കും പുതിയൊരു ജോലി കിട്ടുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ പോകും. എടി, ഒന്നും പറയണ്ട. അവൾ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. ഉമ്മക്ക് പനിയായിട്ടും ഒന്നും. ഉമ്മാനെ കൊണ്ട് കഴിയണ രീതിയിൽ അതാ എങ്ങനെയൊക്കെയോ തീ പിടിപ്പിച്ചു. കഞ്ഞിക്ക് വെള്ളം വെച്ചു. എൻ്റെ റബ്ബേ, ഒക്കെ മറന്നിട്ടില്ലമ്മ. മരുവളിങ്ങനെ വെച്ച് തന്നിനല്ലോ. ഏതായാലും നന്നായി. എടി, കണ്ണ് ചോരല്ലാത്തോളെ. ഇങ്ങനെ തന്നെ പറയേണ്ടത്. നിങ്ങളൊക്കെ കൂടിയല്ലേ ഓളെ പറഞ്ഞയച്ചത്. ഇപ്പോൾ ഒക്കെ എനിക്ക് പണിയായി. ഒരാൾ മതിയല്ലോ അടുപ്പത്തൊക്കെ. ഉമ്മാരുണ്ടാകുമ്പോൾ ഉമ്മാരെന്നെ നല്ലത്.
അല്ലേ പിന്നെ നാത്തൂന്മാർ. ഇപ്പോൾ നാത്തൂൻ പോയപ്പോൾ ഉമ്മ നിൽക്കണം, അല്ല അപ്പം എന്താ കാട്ടുക? അവരുടെ വീട്ടിൽ തർക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സമീറ പോയത് അത് വല്ലാത്തൊരു വിഷമമായി മാറി, മാത്രമല്ല വല്ലാത്തൊരു ടെൻഷനായി മാറി എന്ന് തന്നെ പറയാം. എന്നാൽ ഈ സമയം ഐഷുമ്മയുടെ അടുക്കള ഭാഗത്ത് ആ ഒരു ബാഗും പിടിച്ചുകൊണ്ട് അതാ അവൾ വന്നിരിക്കുകയാണ്. അവൾക്ക് ഭയമുണ്ടായിരുന്നു. തെല്ലെ നുസൈബ ഉമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. ഉമ്മ അന്ന് വന്നേ. മോളെ നുസിയെ, ആരാ? ഉമ്മ അങ്ങോട്ട് നോക്കി. മോളെ ഇങ്ങോട്ട് പോരെ, എന്താ അവിടെ നിൽക്കണേ? സ്നേഹത്തോടെ ഐഷുമ്മ വിളിച്ചു. എന്ത് പറയണം എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. മോളെ ഇങ്ങോട്ട് പോരെ. മോൾ ആരുടെ കൂടെ വന്നത്? ഉമ്മാൻ്റെ കൂടെ, നാത്തൂൻ്റെ വീട്ടിൽ വന്നായിരിക്കില്ലേ? അവൾ ഒന്നും മിണ്ടിയില്ല. ഇങ്ങോട്ട് പോരി. അതിനെന്താ, ഞങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളേനു ഇന്നാൾ പോയപ്പോൾ. അതെ ഇങ്ങോട്ട് പോരി, ഇരുന്നോളി. മോളെ നുസിയെ. അല്ലേ വേണ്ട. പാത്രത്തിൽ ഉമ്മ ചായയും കടിയും എല്ലാം എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നാ മോളെ ഇത് കുടിച്ചോളി, കയറിക്കോളി. ഉമ്മ. ഐഷുമ്മയുടെ മുമ്പിൽ പൊട്ടിക്കരയുകയായിരുന്നു അവൾ. മോളെ സമീറ എന്ത് കരയണത്? നുസിയെ. സത്യം പറഞ്ഞാൽ പൊട്ടിക്കരയുന്ന അവളെ കണ്ട് നുസൈബക്കും വല്ലാത്ത വിഷമായി. സമീറത്ത എന്തു പറ്റി? നിങ്ങളെന്തിനാ കരയണത്? കരഞ്ഞുകൊണ്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ പറയുവാനും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് പോരി. സത്യം പറഞ്ഞാൽ ഐഷുമ്മക്ക് വല്ലാത്ത സങ്കടമായി. ഞാൻ ചോദിച്ചു നോക്കട്ടെ ഷെറീനാനോട്, എന്താ അവൾ ഇങ്ങനെ കരയണത്? ഐഷുമ്മ പെട്ടെന്ന് അതാ ജമീലത്താത്തയുടെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിന്നപ്പോൾ അവൾ ആ ഉമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ അവരോടൊന്നും പറയണ്ട, എനിക്കൊന്നും അറിയില്ല. എന്തേ മോളെന്തെങ്ങനെ കരഞ്ഞു വരുന്നത്? ഉമ്മ എനിക്ക് ഒരിടമില്ല ഉമ്മ പോകാൻ. സത്യം പറഞ്ഞാൽ ഐഷുമ്മ അത് കേട്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു. മോൾ എന്തൊക്കെയാ പറയണത്? മോൾക്ക് ഭർത്താവും വീട്ടുകാരൊക്കെ ഉള്ളതല്ലേ? മോൾ എന്തേ പറയണത്? നിൻ്റെ ഉമ്മ എവിടെ? അന്ന് നിങ്ങൾ വന്നേ? ഐഷുമ്മ അത് ഞാൻ അവിടുന്ന് പോകുന്നുമ്മ. മോളെ നീ എന്തേ പറയണത്? പോരേ. ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് എന്തിനാ പോകുന്നത്? ഉമ്മ എന്നെ ഇഷ്ടമല്ല അവിടുത്തെ ആർക്കും, ഞാനങ്ങനെ പോകുന്നുമ്മ. അപ്പോഴാണ് നുസൈബ അത് ഓർത്തത്. അവൾ പറഞ്ഞ ആ കഥകൾ, തടിയേറിയതിൻ്റെ കഥകൾ, തടിയേറിയിട്ട് വളരെയധികം വിഷമിപ്പിക്കുന്ന കഥകൾ, അത് മാത്രമല്ല മച്ചിയായതിൻ്റെ പേരിൽ എപ്പോഴും ചീത്ത പറയുന്ന ആ ഒരു കഥകൾ, അതെല്ലാം നുസൈബക്ക് ഓർമ്മ വന്നു. ഉമ്മ പറഞ്ഞിരുന്നു എന്നോട് വിഷമത്തിലാണ് കാര്യങ്ങളെന്ന്. അതെ, എന്നിട്ട് എന്താ ഇത്താത്ത നിങ്ങളെന്താ? ഞാൻ അവിടുന്ന് പോന്നു, എനിക്കൊരിടമില്ല. അപ്പോൾ മോൾക്ക് ഫാമിലി ഒന്നും ആരും? ആങ്ങളാരുണ്ട്, പക്ഷെ തിരിഞ്ഞു നോക്കൂല, ആർക്കും എന്നെ പറ്റൂല. സത്യം പറഞ്ഞാൽ അതെല്ലാം കേട്ടപ്പോൾ ഐഷത്തക്ക് ആകെ വിഷമായി. മോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, വായി ചായയും കടിയും കൊടുക്ക്. ഉമ്മ എടുത്തു വെച്ച ചായയും കടിയും കറിയും ഉമ്മക്ക് രാവിലെ കുറച്ച് കൂടുതലുണ്ടാക്കണം, ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വന്നാൽ ചായ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അവളുടെ മുമ്പിൽ വെച്ചു. മോൾ കരയാതെ ഭക്ഷണം കഴിച്ചോളി. ഉസ്താദും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും വാങ്ങിച്ചു തന്ന ആ ഒരു പഴംപൊരിയും ചായയും കുടിച്ചതാണ് വയറിപ്പോൾ നല്ലോണം കാളുന്നുണ്ട്. അവൾ അല്പം സന്തോഷത്തോടെ എന്ന് വെച്ചാൽ അല്പം കൊതിയോടെ അത് കഴിച്ചു. ദോശയും കറിയുമായിരുന്നു. ഷമ്മാസ് ഇതൊന്നും അറിയുന്നേ ഇല്ല. മോളുടെ ബാഗ് അവിടെ ആ അരുക്ക സ്റ്റോർ റൂമിൻ്റെ അവിടെ കണ്ട് വെച്ചാളി, ഞാൻ ഭക്ഷണം കഴിച്ചോളി. എന്താ വെച്ചാൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കട്ടോ. ഒരിക്കലും ഒരാളെ കണ്ടിട്ട് ഒരാളെ പടക്കൂലല്ലോ പടച്ച റബ്ബ്. ഒക്കെ പടച്ച റബ്ബ് അന്നം വെള്ളം നൽകിയ സ്ഥലത്ത് ഓലെത്തും. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഷെറീനോട് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. വേണ്ട ഉമ്മ, അവരൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ ഭർത്താവ് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എങ്ങോട്ടെങ്കിലും. ഇനി ഒരിക്കലും നിൻ്റെ മുഖം കാണരുതെന്ന് പറഞ്ഞതാണ്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞു. മോള് വിഷമിക്കണ്ട, മോൾക്ക് എന്താന്ന് വെച്ചാൽ ഞമ്മക്ക് എന്താ വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാം. എന്നാൽ ചായ കുടിച്ചൂട്, നല്ലോണം ചായം കിടക്കുക, പളർച്ചനെ കുടിച്ചാണ്. ഉമ്മ വീണ്ടും ദോശ അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്ത് കറി ഒഴിച്ച് കൊടുത്തു. ഉമ്മ മതി. അവൾക്ക് അപ്പോഴും കണ്ണീരായിരുന്നു. ഭക്ഷണത്തിന് മുമ്പൊന്നും കരയാൻ പാടില്ല. മോളെ നുസിയേ, ഉമ്മാൻ്റെ കുട്ടി ഷാമോനൊന്ന് വിളിച്ചറിഞ്ഞാണേ. വേണ്ടുമ്മ, ആരോടൊന്നും വിളിച്ച് പറയണ്ട, ഞാൻ പോയിക്കോളാം. പക്ഷേ
അവൾക്ക് സത്യം പറഞ്ഞാൽ ഐഷുമ്മയുടെ അരികിലെത്തിയപ്പോൾ വല്ലാത്ത ആശ്വാസമാണ്, എന്നാൽ ഭയവും ഉണ്ടായിരുന്നു. എന്താണ് ഏതാണ് ഇവിടുത്തെ സിറ്റുവേഷന് കാര്യങ്ങളൊന്നും അവൾക്ക് അറിയില്ല. പക്ഷെ ഐഷുമ്മയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഐഷുമ്മയുടെ അരികിലേക്ക് വന്നതും. അവൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകി അപ്പോൾ തന്നെ പ്ലേറ്റുമായി അവൾ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു. അതെല്ലാം അവൾ അപ്പോൾ തന്നെ, വേണ്ട മോളെ, മോള് കഴുകണ്ട, ഞാൻ കഴുകിക്കോളും, മാറി നിൽക്ക്. ഉമ്മയോട് ഉമ്മ അത് വേണ്ട. അവൾ അവിടെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കിച്ചൺ പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കുന്നു. നുസൈബയും പറഞ്ഞു, ഇത്താത്ത ഞാൻ ചെയ്തോളാം, നിങ്ങൾ മാറിക്കേ, നിങ്ങളിപ്പോൾ വന്ന് കയറിയിട്ട് അന്ന് വേണ്ട മോളെ. നുസിയെ ഞാൻ ചെയ്തോളാം. അതെ, അന്ന് പരിചയപ്പെട്ട അല്ലെങ്കിൽ അന്ന് ചെയ്തപ്പോൾ തന്നെ ആ പെണ്ണ് വീണ്ടും അവിടെ ജോലി ചെയ്യുവാൻ തുടങ്ങി. ഉമ്മ പറഞ്ഞു, മോളെ വേണ്ട, നീ റെസ്റ്റ് എടുക്ക്, നമുക്ക് എന്താ പരിഹരിക്കാം മോളുടെ വിഷമങ്ങൾ കേട്ടോ. മോൾ കാര്യങ്ങളൊക്കെ ഒന്ന് എന്നോട് വിശദമായി പറഞ്ഞു തരി വരി. അങ്ങനെ അതാ ഐഷുമ്മയും നുസൈബയും കൂടെ അവളുടെ കഥകൾ കേൾക്കുന്നു. ഉമ്മ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. മക്കളില്ലാത്തതിൻ്റെ പേരിൽ എപ്പോഴും പ്രശ്നമാണ്. എൻ്റെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. വീട്ടിലേക്ക് പോയാൽ നാത്തൂമാർ അവർ ചിലവിന് ചോദിക്കും. ഒരു ദിവസം കുഴപ്പമില്ല, 2ാമത്തെ ദിവസം നിൽക്കണമെങ്കിൽ ചിലവിന് തന്നെ. എവിടെ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടുമോ? ഒരിക്കലുമില്ല. അവർ മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ കഴിച്ചോളി, ഇവിടെ ഒരു അരുവിൽ ഞാൻ ജീവിച്ചോളാം, എനിക്ക് ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് ഞാൻ ഒരു വേലക്കാരിയെ പോലെ ജീവിച്ചോളാം, നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, എന്നെക്കൊണ്ട് കഴിയാത്തത് അവൾക്ക് കഴിയുകയാണെങ്കിൽ എന്ന് കരുതിയിട്ട് ഞാൻ ഒരുപാട് അതൊക്കെ പറഞ്ഞു. പക്ഷേ ഒരിക്കൽ പോലും നിന്നെ കണ്ടുപോകരുതെന്നാണ് പറഞ്ഞത്. എന്നെ കണ്ടുപോകരുത് അത്രേ. ഞാൻ ഇവിടുന്ന് പോകണം. നേരം വെളുക്കുമ്പോഴേക്കും പോയിട്ടില്ലെങ്കിൽ ബാക്കി കാണിച്ചു തരാം. ഉമ്മ അങ്ങോട്ട് നോക്കി. അടിച്ച പാടുകളെല്ലാം അവളുടെ മുഖത്തും കൈകളിലും ഉണ്ടായിരുന്നു. തൻ്റെ ഭർത്താവ് രാത്രി ചെയ്ത പീഡന കഥകൾ അതും അവൾ പറയാൻ മറന്നില്ല. ഉമ്മ ഇനി എനിക്കാവൂല, എവിടെങ്കിലും പോയി പണിയെടുത്ത് ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും ജീവിച്ചോളാം. കരഞ്ഞുകൊണ്ടാണ് അവളത് പറഞ്ഞത്. ഉമ്മയുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ പല ആശയങ്ങളും. അതെ, ജമീലാനെ വിളിച്ചിട്ട് കാര്യമില്ല, ഇനി ജമീലക്ക് പഴയ പോലെ കഴിയൂല. നുസൈബാണ് പ്രസവത്തിന് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി അടുത്ത മാസം പ്രസവമാണ്. എൻ്റെ റബ്ബേ, അല്ലാ, മനസ്സിൽ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് റബ്ബേ, ഇത്ര പെട്ടെന്ന് എൻ്റെ മുമ്പക്ക് നീ എത്തിച്ചു തന്നത്. അല്ലാ, ഹൈറായ ഒരു പെൺകുട്ടിയെ നീ എത്തിച്ചു കൊണ്ടാന്ന് പറഞ്ഞതായിരുന്നു. പഠിച്ചോനെ, ഏതായാലും ഇത്ര പെട്ടെന്ന് പഠിച്ചോൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഐഷുമ്മ അതാണ് ചിന്തിച്ചത്. പൊന്നു മോളെ, എവിടേക്കും പോകണ്ട, ഇവിടെ നിന്നോ. ഇവിടെ എനിക്കുള്ള ജോലിയും കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നിൽക്കുക. ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടല്ല കേട്ടോ പുറത്തേക്ക് ജോലിക്ക് പോകണ്ട എന്നാണ് പറഞ്ഞത്. എനിക്ക് കഴിയണ ജോലി ഇവിടെയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്നോ. എനിക്ക് അതിനുള്ള ശമ്പളവും എനിക്ക് അതിനുള്ള വസ്ത്രങ്ങളും അതുപോലെ പൈസയും കാര്യമൊക്കെ മാസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ തരും. എന്തേ? ഐഷുമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവളുടെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. ഉമ്മ, ഞാനൊരിക്കലും മറക്കില്ല നിങ്ങളുടെ ഈ ഒരു മോളെ. അതിനെന്താ, ഒന്നും കുഴപ്പമില്ല, തിന്നണേനും കുടിക്കണേനും ഒന്നും. ഇനിയിപ്പോൾ അല്ലാതെ ഇടങ്ങാറായി പണിയെടുക്കണമെന്ന് ഞാൻ പറയണില്ല കേട്ടോ. എൻ്റെ മക്കളെ പോലെ തന്നെ അന്നെ ഞാൻ കരുതണുള്ളൂ. ആവശ്യത്തിന് എന്ത് ചെയ്യും, അത്യാവശ്യത്തിന് പണിയെടുക്കുക, ആക്കെ തന്നെ. പണിക്കാത്തി അരിച്ചുകാണ്ട് നല്ലോണം പേറിപ്പിച്ചുന്ന സ്വഭാവം അതും എനിക്കില്ല. ഞാനൊപ്പം ഉണ്ടാവും എൻ്റെ ഒപ്പം എല്ലാത്തിനും. പോരാത്തതിന് നുസി ഓളെ കൊണ്ട് കഴിയണം. ഇനിയിപ്പോൾ ഓളെ കാത്തൊരു കാര്യമില്ലല്ലോ. എന്ത് വേണമെങ്കിലും എന്ത് സഹായം ഞാൻ ചെയ്തു തരും. ആ ഒന്നും മോള് വിഷമിക്കണ്ട. ഇജ്ജ് ഇവിടെ നിന്നോ, എനിക്ക് ഉള്ള സ്ഥലത്ത്. ഉമ്മ ഒരു റൂം കാണിച്ചു കൊടുത്തു. മോൾ ഇങ്ങോട്ട് വാ, ദാ ഇവിടെ നിന്നോണ്ടിജ്. അല്ല മോളെ, ഒരു കാര്യം കൊണ്ട് ചോദിക്കട്ടെ, അന്നാരെങ്കിലും തിരഞ്ഞു വരും ഇങ്ങോട്ട്, പ്രശ്നമാക്കുമോ? ഇല്ല ഉമ്മ, എന്നോട് സ്ഥലം കാലിയാക്കാൻ പറഞ്ഞതല്ലേ. ആ ആയിക്കോട്ടെ. അപ്പോഴും വർത്താനം ഞാൻ പറഞ്ഞോണ്ടിച്ച് പേടിക്കണ്ട കേട്ടോ. എന്നാ ഈ റൂം ഇവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്, ഇവിടെ വെച്ച് കിടന്നോ. എൻ്റെ സാധനങ്ങൾ എന്താ വെച്ചാൽ അങ്ങോട്ട് വെച്ചാളാം. അല്ല തുണിയും കുപ്പായൊക്കെ കിട്ടാനുണ്ടോ? അല്ലെങ്കിൽ ഷാമോനെ വിളിച്ച് പറയാം. ഓനുണ്ട്. വേണ്ടമ്മ, ഒന്നും വേണ്ട, എനിക്ക് അതൊക്കെ മതി. എന്താണെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അവൾ അപ്പോൾ തന്നെ മുറ്റത്ത് കൂടിക്കിടക്കുന്ന ആ ഒരു മഴ കാരണം ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നു. നുസൈബക്ക് അടിച്ചു വാരാനും കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അവൾ വേഗം, ഉമ്മ ചൂലെവിടെ? മോളെ, മഴ തുള്ളിയിട്ടുണ്ടോ, ഒന്ന് ചോർന്നോട്ടെ.
അപ്പോൾ തന്നെ അവളതാ ജോലിക്ക് വേണ്ടി തയ്യാറാണ്. ആ സാരല്ലമ്മ, ഞാൻ മഴത്ത് കൈക്കോട്ടും പണി വരെ എടുത്ത ആളാണ്, എനിക്ക് കുഴപ്പമില്ലമ്മ. അല്ലല്ല, മഴ കൊള്ളണ്ട, മഴ ചോരട്ടെ, എന്നിട്ടൊക്കെ മതി. അപ്പോഴേക്കും എന്നവൾ അകമടിക്കുന്ന ചൂലിവിടെ അടിച്ചു വരുന്നത്. പൊന്നുമോളെ, നാളെ മുതൽ തുടങ്ങുന്ന ഈ റെസ്റ്റ് എടുക്കുക, എൻ്റെ സങ്കടം വിഷമമൊക്കെ തീരട്ടെ, ഇന്ന് നമുക്ക് ഇങ്ങനെ കണ്ട് കഴിഞ്ഞു പോകാം. ആ കാര്യത്തിലൊന്നും മോള് വിഷമിക്കല്ലേ. അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാഹ്, അൽഹംദുലില്ലാ. എങ്കിലും മഴ ഒന്ന് കുറഞ്ഞപ്പോൾ തന്നെ അവൾ ചൂലെടുത്ത് മുറ്റമടിച്ചു വാരുവാൻ തുടങ്ങി. നന്നായി മുറ്റമടിച്ചു വാരി. പഠിച്ചോനെ, എത്ര ഭംഗി ഈ മുറ്റൊക്കെ കാണാൻ. അത് കഴിഞ്ഞ് വേഗം തുടക്കുവാൻ വെള്ളമെടുത്ത് പോയി. മോളെ, മോപ്പതാ അവിടെ ഉണ്ടല്ലോ. വേണ്ടുമ്മ, ഞാൻ ശീല കൊണ്ട് തുടച്ചോളാം. ശീല കൊണ്ടോ എൻ്റെ പൊന്നാര പെണ്ണേ? ആ മോടിയെടുത്താൻ തുടച്ചാൽ പോരെ? അല്ലമ്മ, വേണ്ട, ഞാൻ ആ ശീലായി, എൻ്റെ തടി കുറയുവാനും അതല്ലേ നല്ലത്. അത് പറഞ്ഞപ്പോൾ ഉമ്മ പിന്നീടൊന്നും പറഞ്ഞില്ല. അത് മോളെ അങ്ങനെയൊക്കെ കാട്ടിയിട്ട് കുറയോ? മോൾക്ക് മോളുടെ ഇഷ്ടം പോലെ രണ്ടും ഉണ്ട്. നല്ലൊരു ടർക്കി എടുത്ത് ഐഷുമ്മ അവളുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവൾ അതുകൊണ്ട് നല്ല രീതിയിൽ കുമ്പിട്ട് നല്ല രീതിയിൽ ഇരുന്ന് തുടച്ച് വൃത്തിയാക്കി. സത്യം പറഞ്ഞ നുസൈബക്ക് അത് കണ്ടപ്പോൾ വേദന തോന്നി. ഇത്താത്ത, എനിക്ക് സങ്കടം വരുന്നു, നിങ്ങളിങ്ങനെ. ഞാൻ തുടച്ചോളാം മോപ്പ് കൊണ്ട്. വേണ്ട മോളെ, മോള് നടന്നോ ഇങ്ങനെ, പക്ഷേ ഈ പണിയൊക്കെ ഞാൻ ചെയ്തോളാം. എൻ്റെ മനസ്സിനാണ് എനിക്ക്, ശരീരത്തിന് തടിക്കായിട്ട് വലുതൊന്നുമില്ല, മനസ്സിൻ്റെ വേദനയാണ് എനിക്ക് ഏറ്റവും ഇടങ്ങാറ്. ഇത്താത്ത മതി, അവിടെയൊക്കെ അങ്ങനെ മതി ഇനി. അല്ല മോളെ, ഞാൻ വെള്ളം മാറ്റി മാറ്റി തുടക്കും. ഓരോ റൂമിന് ഓരോ ബക്കറ്റ് വെള്ളം വെച്ചിട്ട് ഞാൻ തുടക്കും. എനിക്ക് ശീലമായതാണ്. എനിക്ക് വീട് ക്ലീൻ ആക്കണേനും പണിയെടുക്കണേന്നും ഒരു മടിയില്ല മോളെ. ഇതന്നെയല്ല എൻ്റെ ജീവിതത്തിലുള്ളൂ. വേറെ ഇപ്പം എനിക്ക് എന്താ എൻ്റെ ജീവിതത്തിൽ? എനിക്കൊരു കുട്ടികളെ കുളിപ്പിക്കാനില്ല, മക്കളെ നോക്കാനില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ ജീവിതം ഇതൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ നുസൈബക്ക് സങ്കടമായി. അവളുടെ വയറ് നോക്കിയിട്ട് അവൾ പറഞ്ഞു, ഇത്താത്ത, നിങ്ങൾ പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്തോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല. നിങ്ങൾ വിഷമിക്കണ്ട, പടച്ച റബ്ബെല്ലാം കാണുന്നുണ്ടല്ലോ. അവൾ തുടക്കുന്നതിനിടയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതാ വെള്ളം മാറ്റി തുടച്ച് നല്ല രീതിയിൽ പുത്തൻ വീട് തറവാടത വളരെയധികം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. ജനലുകളിൽ പറ്റിപ്പിടിച്ച പൊടികളും എല്ലാം അവൾ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് അടുക്കളയും വർക്കേരിയും ഒക്കെ തുടക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു, ഉമ്മ, ഞാൻ ജോലി ചെയ്യാറുണ്ട്, പക്ഷെ വീട്ടിലത്തെ ജോലിയും പുറത്തത്തെ ജോലിയും എനിക്കുണ്ടാവും. ഇത് കഴിഞ്ഞ് എനിക്ക് തോട്ടത്തിൽ പണിയെടുക്കണം, വിറകുണ്ടാക്കാൻ പോകണം. മോളെ, മതി തുടച്ചത് മതി, കുഴങ്ങിയിട്ടുണ്ടാവും. ഉമ്മ അത് പറഞ്ഞപ്പോൾ അതായിരുന്നു അവളുടെ ഉത്തരം. സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് വല്ലാത്തൊരു സങ്കടമായി. മോളെ, എന്തേ പൈച്ചിന് തിന്നോളിഞ്ഞ്, നാ നുസിയേ, എന്തേലും കഴിച്ചാണേ, നാ. ഉമ്മ കുറച്ച് ഫ്രൂട്ട്സ് നല്ലോണം കഴുകിയിട്ട് അവർ രണ്ടുപേരുടെയും മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. നുസിയേ, തിന്നോ. എടി സെമിയെ തിന്നാളേ. സത്യം പറഞ്ഞാൽ അവൾ കരഞ്ഞു പോയി. തൻ്റെ ഉമ്മയാണ് അവൾക്ക് ഓർമ്മ വന്നത്. റബ്ബേ, എൻ്റെ ഉമ്മ സ്നേഹത്തോടെ ഭക്ഷണം തരുന്ന പോലെയാണല്ലോ റബ്ബേ ഇത്. അവൾ കരഞ്ഞുകൊണ്ട് അപ്പോഴും കണ്ണീരായിരുന്നു. എന്തിനാ കുട്ടിയെ കരയണത്? ഉമ്മ മതി ഉമ്മ, നുസി തിന്നോട്ടെ, അവളല്ലേ ഗർഭിണി. അതിനെന്താ, ഗർഭിണികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഫ്രൂട്ട്സ് കഴിക്കണം. എന്നാ കഴിച്ചൂടി. അവൾ അതെല്ലാം കഴിച്ച്, ഉമ്മ നിങ്ങൾ അലക്കാനുള്ള ഡ്രസ്സൊക്കെ തരി, നുസിയെ ഡ്രസ്സൊക്കെ ഊരി തിന്നാൾ, എന്നിട്ട് കുളിച്ചോളി. സ്നേഹത്തോടെ അവളുടെ ആ വാക്കുകൾ കേട്ട് നുസൈബ ഞെട്ടി. പഠിച്ചവനെ, വേണ്ട, ഞാൻ കഴുകിക്കോളാം എൻ്റെ ഡ്രസ്സ്. അല്ല, ഇങ്ങോട്ട് തന്നാളി. ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. പൊന്നു മോളെ, വേണ്ട, ഇപ്പം ഞങ്ങൾക്ക് കഴിയും, ഇപ്പം ഞാൻ ചെയ്തോളാം എൻ്റെത്, ഈ എൻ്റെ നോക്കിക്കോ. അല്ല ഉമ്മ, തരി, ഡ്രസ്സൊക്കെ ഊരി തിന്നാളി. മോളെ, ഞാൻ മെഷീൻ കണ്ടിടലാണ്, അല്ല ഞാൻ കല്ലുമ്മ തിരുമ്പാനൊന്നും പോകില്ല. ഉമ്മ, മെഷീനിലൊക്കെ ഇട്ട ഡ്രസ്സ് വേഗം നാശമായി പോകൂലേ, അത് കേടുവന്ന് പോകൂലേ, അത് എൻ്റെ കയ്യിൽ തന്നേക്ക്. എൻ്റെ കയ്യിൽ തന്നാലേ ഞാൻ പെട്ടെന്ന് അത് അലക്കിയെടുത്തോളാം. മരുമകൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഉമ്മ, എന്ത് ചെയ്യേണ്ടത്? മോളുടെ കൊടുത്തു, എൻ്റെ ഞാൻ തിരുമ്പിക്കോളാം. എന്നാൽ അപ്പോഴേക്കും അത് അവൾ, ഉമ്മ തരി, നിങ്ങൾ കുളിക്കാൻ കയറിക്കോളി, ഡ്രസ്സ് എടുത്ത് തന്നാളി, പഴയ നൈറ്റ് എന്തേ ഇട്ടിട്ട് അത് തന്നോളി. നുസിയെ തരി. രണ്ടുപേരുടെയും ഡ്രസ്സുകൾ അവൾ അലക്കുവാൻ വേണ്ടി വാങ്ങുന്നു. ആ ദിവസം തന്നെ വളരെയധികം ജോലി ചെയ്യുകയാണ് അവൾ. ഉമ്മാക്ക് സത്യം പറഞ്ഞ ടെൻഷൻ തോന്നി. പഠിച്ചോനെ,
നമ്മൾ വീട്ടിലേക്ക് ജോലിക്ക് വന്നു വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ പണിയെടുപ്പിക്കാൻ പാടില്ല. മോളെ സമീറ, മോളെ മതി, കുറേ എടുത്തില്ലേ? ഇല്ലുമ്മ, ഇതൊന്നും എൻ്റെ ഒരു കാൽ ഭാഗമായിട്ടില്ല. എനിക്ക് വീട്ടിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തോട്ടത്തിലേക്ക് വിറകൊടിക്കാനും കത്തി കൊണ്ട് വെട്ടി ഒതുക്കാനും അത് മുറിച്ചെടുക്കാനും പോകണം. അത് കഴിഞ്ഞ് കൈക്കോട്ട് പണി ഉണ്ടാവും. കൈ കണ്ടില്ലമ്മ, ഇത് കണ്ടില്ലേ? ഒന്നും എനിക്ക് വീട്ടിലത്തെ പണി ഒരു വിഷയവുമില്ല. സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് അത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നി. പഠിച്ചോനെ റബ്ബേ, ഇത് എന്തൊരു അത്ഭുതം റബ്ബേ. ഞാൻ വിചാരിച്ചിന് പഠിച്ചോനെ ഹയറായൊരു പെൺകുട്ടിയെ നീ കൊണ്ടല്ല എനിക്കൊരു പണിക്ക് എൻ്റെ നുസിൻ്റെ പ്രസവമാകുമ്പോത്തിനെന്ന്. അപ്പോത്തിന് പഠിച്ചോനെ എല്ലാം നീ തന്നല്ലോ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. കുളിയും അലക്കലും എല്ലാം കഴിഞ്ഞ് നിസ്കാരപ്പായ ഉമ്മ അവൾക്ക് കൊടുക്കുന്നു. ഇന്നടി ഇതിൽ നിസ്കരിച്ചോളി കുട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പുതിയൊരു നിസ്കാരപ്പായാണ് ഐഷും അവൾക്ക് വേണ്ടി കൊടുത്തത്. അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് കരഞ്ഞു നിസ്കാരപ്പായിലിരുന്നു കൊണ്ട്. അല്ലാ പഠിച്ചോനെ റബ്ബേ, ഇതുവരെ ഞാനൊരു കുറ്റവും ചെയ്തില്ല, ഇവിടെ പിറന്നത് ഞാൻ ചെയ്ത തെറ്റല്ല. കണ്ണീരോടെ അവൾ തേങ്ങി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബേ, പുത്തൻ വീട് തറവാട് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഞാൻ ഇവിടേക്ക് എത്തുന്ന വിചാരിച്ചില്ല. റഹ്മാനെ, അള്ളാഹുവേ, പടച്ച റബ്ബേ, നീ കാത്തു രക്ഷിക്ക് അല്ലാ പഠിച്ചോനെ അല്ലാ. മോളെ സമീറ, മോളെ, വാതിലിനടുത്ത് വന്ന് ഉമ്മ വിളിക്കുന്നു. ഉമ്മ, മോളെ നിസ്കരിക്കായിരുന്നോ? ഉമ്മ കഴിഞ്ഞു. മോളെ കരയണ്ട, അങ്ങോട്ട് പോയി. ഉമ്മ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉമ്മ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഇതുവരെ എനിക്കാരും, അതെ എൻ്റെ ഉമ്മ എനിക്ക് വിളമ്പി തന്നിരുന്നു, പക്ഷേ ഇതുവരെ എനിക്കൊരാളും ചോറ് വിളമ്പി തന്നിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ കല്യാണശേഷം ഇങ്ങനൊരു അനുഭവം. അവൾ കണ്ണുകൾ വീണ്ടും നിറച്ചു. മോളെ ഇനി കരയണ്ട, മോളുടെ വീട് പോലെ കരുതിയാൽ മതി കേട്ടോ. ഇത് ഇനി ഇവിടെ മോള് വേലക്കാരത്തിയായിട്ട് നിൽക്കാമെന്നും കരുതണ്ട, അങ്ങനത്തെ ഒരു ഇതേ കരുതണ്ട. എനിക്ക് എൻ്റെ ഒരു മോളും കൂടെ എനിക്ക് ഉണ്ടായി. അതന്നെ, എനിക്ക് 3 ആണും 1 പെണ്ണും അല്ലേ, ആയിക്കൂടെ ഒരു പെണ്ണും കൂടി ആയി. അതേ ഞാൻ വിചാരിക്കണുള്ളൂ. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഉമ്മയുടെ സ്നേഹം നിറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, മോളെ, ഇവിടെ അതിനകത്ത് ആരും ഇല്ല, ഒക്കെ ഗൾഫിൽ അവിടെയും വരികയാണ്. പിന്നെ എൻ്റെ ഷാമോൻ വരാണ്ടിഞ്ഞ്, ഓൻ ചിലപ്പോൾ രാത്രി വരാൻ 10-10:30 ആവും ചിലപ്പം. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടായതുകൊണ്ട് അല്ലേ നേരത്തെ വരും, അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഈ സമയം ഷമ്മാസ് ഷോപ്പ് മുഴുവനായി കൊടുക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നു. അതെ, ഇനി എനിക്ക് അതിലേക്ക് പോകേണ്ടി വരില്ല, സ്റ്റാഫുകളെല്ലാം അതിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഉമ്മയോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഒരു പക്ഷെ ഉമ്മയോട് പറഞ്ഞാൽ ഉമ്മ ഹൃദയം പൊട്ടി എന്തെങ്കിലും ആയിത്തീരും. അതുകൊണ്ട് തന്നെ ഉമ്മ ഒരിക്കലും അറിയാൻ പാടില്ല. ഞാൻ പോകും ജോലിക്ക് വൈകാതെ മലേഷ്യയിലേക്ക്. എന്നാലും ഞാൻ ഒരിക്കൽ പോലും ഉമ്മയെ വേദനിപ്പിക്കില്ല. അല്ലാ, ഷമ്മാസിൻ്റെ മനസ്സിൽ അതായിരുന്നു. ഷമ്മാസിനെ കുറിച്ച് ഓരോന്ന് ഉമ്മ പറഞ്ഞു. ഞാൻ വന്നാൽ അവനക്ക് സമാധാനം, ഞാൻ ഇല്ലേ പിന്നെ ഒരു സമാധാനക്കേടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നേരെ വൈകിയാലും കുഴപ്പമില്ല. എന്തൊക്കെ തന്നെ ആയാലും ആണ്ടിയില്ല. പഠിച്ചോ കാത്തു രക്ഷിക്കട്ടെ. പഠിച്ച റബ്ബ് നമുക്ക് ഓരോ സമയത്ത് ഓരോരുത്തരും ഇറക്കി തരുന്ന പറഞ്ഞാൽ ശരി തന്നെ കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനും കരുണാനിധിയുമാണ്. പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ എല്ലാവരെയും. പെട്ടെന്നതാ ഷമ്മാസ് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. പറഞ്ഞു തീർന്നില്ല, മോൻ്റെ വിളിക്കും. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ നല്ല ഹാപ്പിയാണല്ലോ. ഹാപ്പിക്കൊക്കെ വക ഉണ്ട്. എപ്പോഴാണ് വരിക? ഉമ്മ, ഞാൻ നൈറ്റിൽ വരാം. എന്തേ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ. അല്ലടാ, എന്നും 10-11 മണിയൊക്കെ അല്ല, ഇന്ന് കുറച്ച് നേരത്തെ എത്തുമ്പോൾ ഞാൻ. എന്തേ ഷോപ്പൊന്ന് വേഗം അടക്കണ്ടോ? നോക്കട്ടെ വൈകുന്നേരം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോവാണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ നുസിക്ക്? ഇല്ല മോനെ, ഒരു കുഴപ്പമില്ല. ഉമ്മ ഞാൻ നോക്കട്ടെ കേട്ടോ, ഞാൻ വേഗം വരാം. അത്ര ധൃതി പിടിച്ചൊന്നും വരണമെന്നില്ല. ഉമ്മ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ വരാം. അല്ല ഉമ്മ എന്താ ഫുഡ് കഴിച്ചോ? മോനെ, ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പെഷ്യലൊക്കെയാണെന്ന്. അതെന്താ സ്പെഷ്യൽ? ഫോണ് കട്ടായി. ഹലോ, എന്തുമ്മ കട്ടായത്?
അല്ല സ്പെഷ്യൽ ഉണ്ടെന്ന് പറയാം. സ്പെഷ്യൽ വെച്ചാൽ നാടൻ ചോറും കൂട്ടാനും തന്നെയാണ്. എന്നാലും ഇന്ന് ഒന്നും കൂടി സ്പെഷ്യലാണ്. എന്നും ഉമ്മ ചോറിന് വരണോ? പോര്. അല്ലേ ഉമ്മ വേണ്ടേ, വൈകുന്നേരം വരാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അതിനായിട്ട് വന്ന് വീണ്ടും ഇങ്ങോട്ട് വന്ന് ഷമ്മാസ് ഷോപ്പ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അത് അസ്കർ അവിടെ വന്ന് കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു. അത് ഷോപ്പിൻ്റെ ക്യാഷ് അത് ഞാൻ പറഞ്ഞല്ലോ നിനക്ക് ഇത്ര വെച്ച് തരാം. പിന്നെ ഷോപ്പ് അത്ര ധൃതിയൊന്നും ഇല്ല, നീ നടത്തിക്കോ, ഇനിയിപ്പോൾ എൻ്റെ ഉടമസ്ഥതയിലാണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ അതാ അന്ന് വൈകുന്നേരമായി. മോൻ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. അവൾ അസർ നിസ്കാരം കഴിഞ്ഞ് ഉമ്മാക്ക് ചായയും നുസീബാക്ക് ചായയും എല്ലാം ഇട്ട് കൊടുത്തു. ഇതാ ഉമ്മ ചായ. മോളെ ഇതൊന്നും ഇങ്ങോട്ട് കൊടുന്നെ, ഞങ്ങൾ അവിടെ പോയി കുടിച്ചോളൂലേ. നുസിയെ ഇതാ ചായ കുടിച്ചോളി, വെള്ളം നല്ല കുടിച്ചോണ്ടിട്ടോ. അവൾ ഇടയ്ക്കിടെ തിളപ്പിച്ചാറിയ വെള്ളവും അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. പഠിച്ചോനെ, എനിക്ക് എൻ്റെ ഇത്താത്തയെ പോലെയാണ് തോന്നുന്നുണ്ട്. ഇത്ര സ്നേഹമുള്ള ഇത്താത്ത റബ്ബേ എനിക്ക് നീ തന്നല്ലോ. അവൾ വല്ലാതെ സന്തോഷിക്കുന്നു. ഏകദേശം രാത്രിയായി തുടങ്ങി. മോനല്ലേ വരുമെന്ന് പറഞ്ഞതിന് കാണാമല്ലോ. ഉമ്മ എനിക്ക് വിളിച്ചിരുന്നു, കുറച്ച് ലേറ്റാവുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ഏകദേശം 9:30 മണിയായിക്കണേ ഷമ്മാസ് എത്തിയപ്പോൾ. എന്നാൽ അവൾ ഇശാഹ് നിസ്കാരവും ഫുഡ് കഴിക്കലും എല്ലാവർക്കും കൊടുക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് അവളും റൂമിലേക്ക് പോയി കിടന്നു. ഉമ്മ എന്തേണ്ട് വിളിച്ചുകൊണ്ടിട്ടോ? ഞാനേ ഇത്ര നേരത്തെ ഉറങ്ങണം എന്താ വെച്ചാൽ 4 മണിക്കൊക്കെ എണീക്കുമ്പോഴേ പിന്നെ ഇങ്ങോട്ട് എണീറ്റ് പൊന്താൻ കഴിയൂല. അതാണ് ഞാൻ പിന്നെ നേരത്തെ. ആയിക്കോട്ടെ മോളെ, ഒരു കുഴപ്പമില്ല, മോളവിടെ പോയി ഉറങ്ങിക്കോ. സത്യം പറഞ്ഞാൽ ഉമ്മ ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിച്ചു. പാവം, എന്താ ചെയ്യുക റബ്ബേ, ഇങ്ങനത്തെ മാപ്പിളാരും വീട്ടുകാരൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എനിക്കറിയില്ല. അല്ലാ കാത്ത് രക്ഷിക്കണേ. എന്നാൽ ഈ സമയം ഷമ്മാസ് വീട്ടിലേക്ക് വന്നു. മോനെ, ഇന്നെന്താ ഫുഡൊക്കെ സെറ്റാണല്ലോ. ടേബിളിൽ ചപ്പാത്തിയും കറിയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മ നിങ്ങളെ കഴിച്ചോ? മോനെ, ഞാനും നുസയെ കഴിച്ചു. എന്നാൽ വരി കുറച്ചും കൂടെ കഴിക്കാം. ഉമ്മ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കറിയൊക്കെ. ഉമ്മക്ക് ഇങ്ങനെയൊക്കെ വെക്കാറിയല്ലേ? മോനെ, അതൊക്കെ വെക്കാറിയാൻ പറ്റില്ലല്ലോ. അപ്പോഴൊന്നും ഉമ്മ ആ കാര്യം അവനോട് പറഞ്ഞില്ല. ഇനിയൊരു പക്ഷേ ഏതൊക്കെയാവും. അന്ന് രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് ഉമ്മ പാത്രമെല്ലാം എടുത്തു വെച്ചു. രണ്ടുപേരും കുറച്ച് സമയം കോലായിൽ വർത്താനം പറഞ്ഞ് ഇരിക്കും, ഉമ്മയും മോനും. ഉമ്മ, ഇനിയിപ്പോൾ നാളെ രാവിലെ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് പോവണ്ട. അതെന്താ മോനെ? അത് ഒന്നുമില്ല, ഇനിയിപ്പോൾ ലേറ്റായിട്ടൊക്കെ പോയാൽ മതി. ഇപ്പോൾ ഞാൻ വേറൊരാൾക്കൊന്ന് നടത്താൻ കൊടുത്തേക്കും ഷോപ്പ്. അതെന്ത് മോനെ? അല്ല ഒന്നുമില്ല, ഒരു ബിസിനസ് ഒന്ന് മെച്ചപ്പെടാനൊക്കെ വേണ്ടിയിട്ടൊക്കെ. ഉമ്മ, ഞാനൊന്ന് മലേഷ്യയിൽ പോയെന്നാലോ? ഷമ്മാസേ, എൻ്റെ പൊന്നാര കുട്ടിയെ, ഇജ്ജ് പോവേ? ഈ പെണ്ണിനെ ഇനി വിട്ടിട്ടോ? അല്ലമ്മ, നീയിപ്പോൾ ഒന്ന് മാറി നിൽക്കണം തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ നടന്നില്ല. ഇനി ഒന്ന് മാറി ചിന്തിക്കണം തോന്നുക. എൻ്റെ പൊന്നാര ഷമ്മാസ്, ഇജ്ജ് ആ പെണ്ണിനെ ഇട്ടുകൊണ്ട് പോവുക? അല്ലമ്മ, അവൾ ഡെലിവറി കഴിഞ്ഞിട്ട് പോകാൻ നോക്കാം. എന്താ വെച്ചാൽ എനിക്കറിയില്ല. ഏതായാലും ഇജ്ജ് പ്രസവം അവളോട് കൊടുക്കും പോവല്ലേ. എന്തിപ്പോൾ ഇങ്ങനൊരിത്? അല്ല ഒന്നുമില്ല, മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോപ്പ് അല്ല, ഇജ്ജ് വണ്ടി കൊടുന്നോ? എന്നോട് ഞാൻ ചോദിച്ചാലും വിചാരിച്ചിരുന്നു. ഇജ്ജ് പിന്നെയും ബൈക്കായിട്ടാണല്ലോ പോയത് ഇന്നലെ മയത്തു കൂടെ. ഉമ്മ, അത് എന്തൊരു കേടായിട്ടത് വർക്ക് ഒന്നും കൂടി മാറ്റിയെടുക്കണമെന്ന് തോന്നുന്നു. നോക്കട്ടെ. അല്ല ബുള്ളറ്റുമ്പോൾ തന്നെ ഇപ്പോൾ പോക്ക് കാണാം, അതാ ചോദിക്കണു. അതാമ്മ നല്ലത്. മഴത്തൊക്കെ കാറൊക്കെ ആകുമ്പോൾ ഒരുപാട് ബ്ലോക്കൊക്കെ വരുമ്പോഴേ റിസ്ക്കാണ്. എന്തായാലും വണ്ടിയില്ല. ഓളെ പ്രസവമാകുമ്പോഴത്തേന് ഇജ്ജ് ആ കാറ് ഹോസ്പിറ്റലിലൊക്കെ പോകാനാകുമ്പോഴത്തേനെ ആ കാറിന്ന് റെഡിയാക്കി കൊണ്ടിട്ടാ. ഉമ്മ, അതൊക്കെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ മലേഷ്യക്ക് പോവും. എന്താ റബ്ബേ ഞാൻ കാട്ടുക. ഉമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അതൊക്കെ അതിൻ്റേതായിട്ടൊരു രീതിയിൽ കഴിഞ്ഞോളും. ഷമ്മാസ് അതാണ് പറഞ്ഞത്. മോനെ, ഉമ്മാൻ്റെ കുട്ടി ചോദിച്ചില്ലേ കറിയൊക്കെ നല്ല രസമുണ്ട്, ചപ്പാത്തിയൊക്കെ നല്ല അടിപൊളിയാക്കണമെന്നൊക്കെ. ഉമ്മ, എന്താ ആരുണ്ടാക്കിയത്? നിങ്ങളത് ഓർഡർ എന്തെങ്കിലും ചെയ്തോ? പൊന്നു മോനെ, ഓർഡറും ചെയ്തതല്ല. എന്നോട് ഒരു രഹസ്യം പറയാം. അതേ, നമ്മളെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിക്കണേ. അതിഥിയോ എന്ന് വെച്ചാൽ അത് വീട്ടുപണിക്കൊരു പെണ്ണ് വന്നിക്കണം ഇവിടെ. അത് കേട്ട് ഷമ്മാസ് ഞെട്ടിത്തരിച്ചു. അവൻ ഒരു നിമിഷം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അതെ, റാഹില, അവൾ വീണ്ടും വന്നോ റബ്ബേ? ആകെ തരിച്ചു പോയി. ഉമ്മ, നിങ്ങളെന്തേ പറയുന്നത്? പൊന്നു മോനെ, നല്ലോണം പഴക്കുന്ന പെൺകുട്ടിയാണ്. ഏതായാലും ഞാൻ അങ്ങോട്ട് കയറ്റി.
ഉമ്മ വേണ്ട, ഒരിക്കലും വേണ്ട ഉമ്മ, പറഞ്ഞു വിട്ടേക്കൂ. എന്താ ഷമ്മാസ എനിക്ക്? ഉമ്മ പറഞ്ഞു വിട്ടേക്കുമ്മ. എന്താടാ? ഇവിടെ ആരും വേണ്ട, നമ്മൾ മതി, ഞാൻ എടുത്തോളാം വീട്ടിലത്തെ ജോലിയൊക്കെ. എൻ്റെ പൊന്നാര ഷമ്മാസേ, ആ പെണ്ണിൻ്റെ പ്രസവമാണ് വരുന്നത്, ഇജ്ജെടുക്കുവോ പ്രസവത്തിൻ്റെ പണിയൊക്കെ? ഉമ്മ ഒരിക്കലും അത് വേണ്ടുമ്മ. അത് എന്താ എൻ്റെ പൊന്നാര മോനെ അനക്ക്? ഉമ്മ നാളത്തേന് രാവിലെ പറഞ്ഞു വിട്ടേക്കണം, ആരും ഇവിടെ വേണ്ട. ഷമ്മാസ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് റാഹിലയായിരുന്നു. അതെ, റാഹില വീണ്ടും എൻ്റെ വീട്ടിലേക്ക് കുടിയേറിയിരിക്കുന്നു എന്നാണ് അവൻ്റെ മനസ്സിൽ ഉണ്ടായത്. ഉമ്മ നാളെ തന്നെ പറഞ്ഞു, എനിക്ക് കാണേ വേണ്ട മോനെ, ഒന്ന് കണ്ട് വർത്താനം പറഞ്ഞേ. വേണ്ട, എനിക്ക് കാണണ്ട ഉമ്മ. എന്താടാ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? എൻ്റെ പൊന്നാര ഷമ്മ, ഈ ചെക്കന് എന്തിൻ്റെ പിരാന്താ? ഉമ്മ എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. അങ്ങനെ ആരും നമ്മളെ വീട്ടിൽ വേണ്ട, ഉള്ളത് മതി. എന്താ ഷമ്മാസ, എനിക്ക് ഭ്രാന്തായോ? ഉമ്മ ചോദിച്ചു. വേണ്ടുമ്മ, ഉമ്മ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഞാൻ ഈ നിമിഷം ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ മലേഷ്യയിലേക്ക് പോവുകയാണ്. ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ പൊന്നാരെ, എൻ്റെ റബ്ബേ, ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയത്? അതിനെന്താ കുട്ടിയെ പെരീക്കൊരാൾ വേണ്ടേ? എന്നാൽ അറിയാത്ത പാർപ്പരത്തിനെ കൊടുത്തുണ്ടോ? ഉമ്മ എന്തായാലും വേണ്ട, ഇവിടെ ആരും വേണ്ട. ഷമ്മാസ് സങ്കടപ്പെട്ടാണ് അത് പറഞ്ഞത്. ശരിക്കും ഉമ്മ ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, എന്താ ഈ കുട്ടിക്ക് പറ്റിയത്? എന്തിൻ്റെ കേടാണ് റബ്ബേ? കരഞ്ഞുകൊണ്ടാണ് ഷമ്മാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയത്. റൂമിൽ ചെന്ന് പൊട്ടിക്കരയുന്ന ഷമ്മാസിനെ നുസൈബ, എന്തു പറ്റിക്കാ? എന്തു പറ്റി? ഒന്നുമില്ല, എല്ലാവരും കൂടി എന്നെ കൊന്നോളി, അതായിരിക്കും നല്ലത്. ഞാനിനി എന്ത് ചെയ്യുക? എന്തൊക്കെ പറയണത്? നുസി മിണ്ടണ്ട, ഞാൻ പോവാണ്, ഞാൻ ഇവിടെ നിൽക്കണില്ല. ഇക്ക നിങ്ങൾക്കറിയാതെ കാര്യം പറയും. ഷമ്മാസ് പൊട്ടിക്കരയുന്നത് കണ്ട് നുസൈബ ചോദിച്ചു, എന്തൊക്ക? എന്താ? നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ? നുസൈബ അറിയാത്ത രീതിയിൽ ചോദിച്ചു. ഇക്ക നിങ്ങൾ ഒന്നും കാര്യം അറിയാതെ പറയില്ലേ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോയിക്കോളാം. എല്ലാവരും കൂടെ എന്നെ. ഇക്ക, ഷമ്മാസ് പൊട്ടിക്കരഞ്ഞു. ഇൻഷാ അല്ലാ, എന്തായിരിക്കും ഇതിൻ്റെ നാളത്തെ ബാക്കി ഭാഗം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.